അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് കടപ്പുറത്ത് ഉസ്താദുണ്ട് സൂക്ഷിക്കുക എന്ന ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഈ ഇടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോള് ഏറ്റുവാങ്ങിയത് ഒരു മുത്തഅല്ലിമാണ്, ഒരു ദർസ് വിദ്യാർത്ഥിയാണ്. അതിന് കാരണം അദ്ദേഹം മറ്റൊരാളെ പീഡിപ്പിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിനോട് യോജിച്ച രൂപത്തിൽ അദ്ദേഹം ഒരു അഭിനയ രൂപത്തിൽ കണ്ണുനീരൊക്കെ ഒഴുക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അത് സത്യമാവട്ടെ, റീച്ചിന് വേണ്ടിയാവട്ടെ, ഒരുപാട് കുട്ടികൾ, ആ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സിനാൻ്റെ പ്രായമുള്ള കുട്ടികൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി എന്തെല്ലോ അഭിനയിക്കുന്നുണ്ട്, എന്തെല്ലോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഈ കുട്ടി ആരെയും ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയോ, അദ്ദേഹം പറഞ്ഞ ആളുകളുടെ പേര് പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു സംഭവം അദ്ദേഹം അനുഭവം വിവരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജുകളിലൂടെയൊക്കെ അതിൻ്റെ സങ്കടം അഭിനയത്തിലൂടെ ആവട്ടെ, അതിനി യഥാർത്ഥമാവട്ടെ, എന്തായാലും അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. അതാകെ വൈറലായി. മുസ്ലിം അക്കൗണ്ടുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ട്രോള് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അവസാനം ആ കുട്ടി ഇന്നലെ ആയിട്ട് ആ കുട്ടീൻ്റെ മറ്റൊരു വീഡിയോ കണ്ടു, മാപ്പ് പറയുന്ന വീഡിയോ. എല്ലാവരും എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്നാണ് പറയണത്. പൊരുത്തപ്പെടാൻ മാത്രമൊന്നും ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ചില വിഷയങ്ങളിലൊക്കെ പല ആളുകളും എതിർക്കുന്നുണ്ട്. അത് റീച്ച് കിട്ടാനുള്ള ഒരു കാര്യം മാത്രമായി കണ്ടാൽ മതി. സാധാരണ കുട്ടികൾ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ പക്വതയുള്ള ഒരു വലിയ മനുഷ്യരായിട്ട് ഒരു ഉസ്താദ് എന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾ കൊണ്ടുപോയി അദ്ദേഹത്തെ പരമാവധി ഇകഴ്ത്തുകയും ട്രോളുകയും ചെയ്തു. അതിൻ്റെ ട്രോളിൻ്റെ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയാണ് ഈ ബോർഡ് എന്ന് പറയുന്നത്. ഉസ്താദുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഈ ബോർഡ്. അപ്പം എല്ലാവരും ഈ വിഷയത്തിലൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതൊരു കുട്ടിയായിട്ട് കണ്ടാൽ മതി. അദ്ദേഹത്തിനെ തിരുത്തേണ്ടവർ തിരുത്തുകയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ പല ആളുകളും ഉള്ളതാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ, ഉസ്താദുമാരൊക്കെ ഉപദേശിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ അതിൽ വിട്ട് അതിൽ